ഇന്ന് നമുക്ക് കോണ എന്ന കന്നഡ ഹൊറർ സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മനോഹരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തില് ദുരൂഹ സാഹചര്യത്തിൽ മരണങ്ങൾ നടക്കുന്നു. ആ രാജ്യത്തെ രാജാവ് ഒരു സ്വാമിയെ കണ്ട് മരണകാരണമൊക്കെ അന്വേഷിക്കും. അപ്പോഴാണ് മരണത്തിന്റെ കാരണം ചോളപ്പാടത്തിൽ കുത്തിവെക്കാറുള്ള ഒരു ബൊമ്മയാണെന്നറിയുന്നതും. ആ ബൊമ്മയുള്ള നാട്ടിലൊക്കെ മരണങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉണ്ടാകുവാനായിട്ടും തുടങ്ങി. ബൊമ്മയ്ക്കുള്ളിലുള്ളതോ ഒരു ദുരാത്മാവും. പക്ഷേ അതിനെ നശിപ്പിക്കാനാകില്ല, തൽക്കാലത്തേക്ക് തടയാനാകുമെന്നും സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ആ ബൊമ്മയുള്ള ഗ്രാമത്തിലേക്ക് നമ്മുടെ നായകൻ എത്തുകയാണ്. നായകൻ അവിടെ എന്തൊക്കെ സംഭവിച്ചു, ആ ബൊമ്മയ്ക്കുള്ളിലെ ദുരാത്മാവ് എന്താണ്, അതിന് പിന്നിലെ കഥ എന്താണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം കാണിച്ചുകൊണ്ടാണ്. അന്ന് നാട് ഭരിച്ചിരുന്നതോ കീർത്തിവർമ്മൻ എന്നൊരു രാജാവായിരുന്നു. രാജാവിന്റെ ഭരണത്തിൽ നാട്ടിലുള്ളവരെല്ലാവരും ഒരുപാട് സന്തോഷവും സമാധാനവും അനുഭവിച്ചിരുന്നു. അത്രയ്ക്കും നല്ലവനായ രാജാവായിരുന്നു കീർത്തിവർമ്മൻ. എന്നാൽ ഈ സന്തോഷവും സമാധാനവും 1842 വരെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അപ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം കടന്നു വന്നു. എന്തെന്നാൽ, ഒരു ദിവസം ഗ്രാമത്തിലുള്ള ഒരാളാണെങ്കിലോ തന്റെ പശുവിനെ മേയ്ക്കുവാനായിട്ട് ആറിന്റെ വശത്തേക്ക് പോയി. എന്നാൽ അവിടെ പാറയ്ക്ക് മുകളിലായിട്ട് ഒരുപാട് ആളുകൾ അനക്കമില്ലാതെ കിടക്കുന്നത് കാണും. എന്താ ഇവരെല്ലാവരും ഇങ്ങനെ കിടക്കുന്നതെന്ന് അയാൾ ചിന്തിക്കുകയും ചെയ്തു. എന്തെന്നറിയുവാനായിട്ട് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും മരണപ്പെട്ട് കിടക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായതും. എന്നാൽ എവിടെ നിന്നോ പെട്ടെന്ന് തന്നെ കാതടുപ്പിക്കുന്ന ഒരു ശബ്ദം കടന്നു വരികയും ഒരു അമാനുഷിക ശക്തി ആ നിൽക്കുന്ന ആളിനെ ആക്രമിക്കുകയും ചെയ്തു. അതോടുകൂടി അയാൾ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഈ ഒരു വിവരം കീർത്തിവർമ്മൻ അറിയുന്നു. കീർത്തിവർമ്മൻ അടുത്തേക്ക് ജനങ്ങൾ എല്ലാവരും ചെന്നിട്ട്, ആറിന്റെ വശത്തേക്ക് പോകുന്നവരെല്ലാവരും മരണപ്പെടുകയാണ്, അവിടെ എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട്, നമ്മുടെ നാടിനെ തന്നെ അത് നശിപ്പിക്കും, അങ്ങ് എന്തെങ്കിലും ചെയ്യണമെന്നും ഗ്രാമവാസികൾ എല്ലാവരും ആവശ്യപ്പെടുന്നു. കീർത്തിവർമ്മൻ നേരെ പോകുന്നത് ഒരു സ്വാമിക്കടുത്തേക്കാണ്. കവടി നിർത്തി നോക്കിയ സ്വാമി പറയുന്നത്, പ്രശ്നം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ച സ്ഥലത്ത് തന്നെ പോകണമെന്നുമായിരുന്നു. അങ്ങനെ കീർത്തിവർമ്മൻ സ്വാമിയും കൂട്ടി ആറ്റിന്റെ വശത്തേക്ക് വരുന്നു. സ്വാമിയെ കണ്ടതും ആ ഒരു ശബ്ദമാണെങ്കിൽ സ്വാമിക്ക് അടുത്തേക്ക് വരികയും ഏതോ ഒരു അമാനുഷിക ശക്തി സ്വാമിയെ ആക്രമിക്കുവാനായും വരുന്നു. എന്നാൽ സ്വാമി മന്ത്രം ഉരുവിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അമാനുഷിക ശക്തിക്ക് സ്വാമിയെ ആക്രമിക്കുവാനായും കഴിഞ്ഞില്ല. സ്വാമിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി. സ്വാമി ഉടനെ തന്നെ കീർത്തിവർമ്മൻ അടുത്ത് വന്നിട്ട് പറയും, ഈ നാട്ടില് ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട്, അത് വേറെ എങ്ങു നിന്നുമല്ല, ദേ ആ കാണുന്ന ബൊമ്മയിൽ നിന്നാണെന്നും സ്വാമി പറയുന്നു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ ചോളപ്പാടത്തിലേക്ക് വെക്കുന്ന ബൊമ്മയില്ലേ, അതുപോലൊരു ബൊമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു ക്രൂരമായിട്ടുള്ളൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് എപ്പോഴും വിശപ്പോടു കൂടിയാണ് ഇരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ആറ്റിന്റെ വശത്തേക്ക് ആര് വരുന്നോ അവരെ എല്ലാവരെയും ആത്മാവ് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും സ്വാമി പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ബൊമ്മ ഇവിടെ വരുവാനായിട്ട് ഒരു കാരണമുണ്ട്. 1647 കാലഘട്ടത്തിൽ ഒരു രാജാവ് നാട് ഭരിച്ചിരുന്നു. എന്നാൽ ആ രാജാവിന്റെ മരണശേഷം മകനാണെങ്കിൽ അധികാരം ഏറ്റെടുത്തു. പക്ഷേ മകനാണെങ്കിൽ നല്ല രാജാവൊന്നുമായിരുന്നില്ല, നല്ല രീതിക്ക് ജനങ്ങളെ സേവിക്കത്തുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുവാനായും തുടങ്ങി. ബലഹീനനായ രാജാവുള്ളത് കൊണ്ട് തന്നെ ശത്രു രാജ്യം ഈ രാജ്യത്തെ ആക്രമിക്കുവാനായിട്ടും പ്ലാൻ ഇടുന്നു. ആ വിവരമറിഞ്ഞ രാജാവ് നേരെ പോകുന്നത് ഒരു സ്വാമിക്കടുത്തേക്കാണ്. സ്വാമിയോട് തന്റെ രാജ്യത്തെ ശത്രു രാജ്യം ആക്രമിക്കുവാനായി പാടില്ല, അവരെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശത്രുരാജ്യം നമ്മുടെ രാജ്യത്തേക്ക് കടക്കില്ലല്ലോ എന്നാണ് രാജാവ് പറഞ്ഞതും. അതനുസരിച്ച് സ്വാമി ചോളക്കാട്ടിൽ വെക്കുന്ന ബൊമ്മയുടെ രൂപത്തിൽ ഒരു അമാനുഷിക ശക്തിയെ രൂപീകരിച്ചെടുത്തു. ആ ശക്തിക്കാണെങ്കിൽ എപ്പോഴും വിശപ്പായിരിക്കും. വിശപ്പോടുകൂടിയാണ് ആ ഒരു അമാനുഷിക ശക്തി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ കണ്ണിൽ ആര് വന്ന് പെട്ടാലും അവരെയൊക്കെ പിടിച്ച് ഭക്ഷിക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ബൊമ്മയെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ അതിർത്തിയിൽ സ്ഥാപിക്കുന്നു. എതിർ രാജ്യത്തെ നോക്കിയിട്ടാണ് ആ ഒരു ബൊമ്മയെ സ്ഥാപിച്ചിരിക്കുന്നത്. ശത്രുരാജ്യം ആക്രമിക്കുവാനായി എത്തുന്ന സമയത്ത് സ്വാമി സ്ഥാപിച്ച ആ ഒരു അമാനുഷിക ശക്തിയുള്ള ബൊമ്മ ശത്രു സൈന്യത്തെ ഓരോരുത്തരെയായിട്ടും കൊന്നൊടുക്കുവാനായും തുടങ്ങി. ഓരോരുത്തരെ കൊല്ലുമ്പോഴും ആ ഒരു ബൊമ്മയുടെ വിശപ്പടങ്ങാറാണ് പതിവ്. തന്റെ കൺമുന്നിൽ കാണുന്ന ആരെയും ബൊമ്മ കൊന്നൊടുക്കുവാനായും തുടങ്ങി. അതോടുകൂടി ആ ഒരു രാജ്യത്തിലേക്ക് ആരും തന്നെ പ്രവേശിക്കാതായി. എല്ലാവർക്കും രാജ്യത്തെ ആക്രമിക്കുന്നതിനും പേടിയായി തുടങ്ങി. എന്നാൽ വിശപ്പ് കൂടിയ ബൊമ്മയാണെങ്കിലോ എതിർവശത്തേക്ക് തിരിയുന്നു. രാജാവിന്റെ രാജ്യത്തെ നോക്കിയായി ബൊമ്മയുടെ ദൃഷ്ടിയും. തന്റെ കൺമുന്നിൽ ആരെയൊക്കെ കാണുന്നോ അവരെയൊക്കെ കൊന്ന് ബൊമ്മ വിശപ്പടക്കുവാനായും തുടങ്ങി. ഈയൊരു വിവരം രാജാവ് അറിയുകയും ബൊമ്മയ്ക്കടുത്തേക്ക് എത്തുന്ന രാജാവിനെ ബൊമ്മ കൊന്നുകളയുകയും ചെയ്യുന്നു.
അതോടുകൂടി രാജ്യത്തിന്റെ അവസ്ഥ വല്ലാത്ത മോശമായി. വിവരമറിഞ്ഞ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ആ ഒരു ബൊമ്മയെ അവിടെ ഉണ്ടായിരുന്ന ആറ്റിലൊഴുക്കി. എന്നാൽ ഈ ബൊമ്മ ആ ഒരു വെള്ളത്തിന്റെ ശക്തിയിൽ ഏതൊക്കെ നാട്ടിലേക്ക് ഒഴുകി ചെല്ലുന്നോ ആ നാട്ടിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും തുടങ്ങി. ദാരിദ്ര്യം, പട്ടിണി, വരൾച്ച, മാത്രമല്ല ജനങ്ങളൊക്കെ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ വീണ്ടും ഒഴുകി അടുത്ത നാട്ടിലേക്ക് എത്തുന്ന സമയത്തും ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ വെള്ളത്തിന്റെ ശക്തിയിൽ ഒഴുകി ഒഴുകിയാണ് ഇപ്പോൾ കീർത്തിവർമ്മന്റെ നാട്ടിലെത്തിയിരിക്കുന്നതും. ആ നാട്ടിലെത്തിയതോടുകൂടി നാട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായും തുടങ്ങി. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് കീർത്തിവർമ്മൻ ചോദിക്കുമ്പോഴോ, വരുന്ന പൗർണമിയിൽ ഒരു പൂജ നടത്തണം. പൂജ നടക്കുന്ന സമയത്ത് നാട്ടിലുള്ള ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങുവാനേ പാടില്ല എന്നും സ്വാമി പറയുന്നു. അങ്ങനെ പൗർണമി ദിവസം എത്തി. പൂജ നടക്കുകയാണ്. പൂജ നടക്കുന്ന സമയത്ത് പൂജ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരാടിന് ബലി കൊടുക്കണം. അതേ സമയം തന്നെ ഈ നാട്ടിൽ നിന്നുള്ള 4 പേർ ബൊമ്മയ്ക്കടുത്തേക്ക് പോകണം. പക്ഷേ പോകുന്ന 4 പേരും വെറ്റില മുറുക്കിക്കൊണ്ട് മാത്രമേ പോകുവാനായും പാടുള്ളൂ. വെറ്റില മുറുക്കി കഴിഞ്ഞാൽ ആ ഒരു ബൊമ്മയിലുള്ള അമാനുഷിക ശക്തി അവരെ ആക്രമിച്ച് കൊല്ലില്ല. മാത്രവുമല്ല ആ ഒരു ബൊമ്മയെടുത്ത് കാട്ടിൽ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കണമെന്നും സ്വാമി പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്നെ 4 പേർ വെറ്റില മുറുക്കിക്കൊണ്ട് ബൊമ്മയ്ക്കടുത്തേക്ക് ചെല്ലുന്നു. അതുകൊണ്ട് തന്നെ ബൊമ്മയിലുള്ള അമാനുഷിക ശക്തി അവരെ ആക്രമിച്ച് കൊല്ലില്ല. അങ്ങനെ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ദൂരെ കാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ 4 പേരും പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ബൊമ്മ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. കഥാനായകനായ നാരായണനെ കാണിക്കുന്നു. നാരായണന്റെ തൊഴിൽ എന്തെന്നാൽ ഈ റോബോട്ടിനെ വെച്ച് ജോത്സ്യം നോക്കുക. ആരടുത്ത് വന്നാലും ഒരു ഹെഡ്സെറ്റ് അവരുടെ ചെവിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അതിൽ അവരുടെ ജാതകത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാനായി കഴിയും. എന്നാൽ ആരും തന്നെ നാരായണൻ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. നാരായണൻ ആ ഒരു സങ്കടം തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്. ഒരു നാൾ നോക്കിക്കോ, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി ഞാൻ മാറുമെന്നും നാരായണൻ പറയുന്നു. എന്നാൽ നാരായണൻ സംസാരിക്കുന്നത് മറ്റൊരാൾ കാണുന്നുണ്ട്. അയാളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ആരോട് അയാൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതെന്ന്. എന്നാൽ അതിന് മുത്തശ്ശി മറുപടി പറയുന്നതോ, ആയിരിക്കുന്ന നാരായണന്റെ ഭാര്യ വർഷങ്ങൾക്ക് മുൻപേ മരണപ്പെട്ടു. പക്ഷേ അയാൾക്കാണെങ്കിൽ ഭാര്യ മരിച്ചുവെന്നത് മനസ്സിനോട് പറഞ്ഞുറപ്പിക്കുവാനായി കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ എപ്പോഴും കൂടെയുണ്ടെന്ന് തന്നെ അയാൾ കരുതും. ഭാര്യയോടാണ് സംസാരിക്കുന്നതെന്നും മുത്തശ്ശി പറയുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാരായണനൊപ്പം ആരും തന്നെ ഇല്ല എന്നും നാരായണന്റെ ഇമാജിനേഷനില് നാരായണന്റെ ഭാര്യ കൂടെയുണ്ടെന്നും ഭാര്യയോടാണ് ആ സങ്കടം പറയുന്നതുമെന്നൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. നാരായണൻ സത്യത്തിൽ വീടോ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടേക്ക് ഗ്രാമത്തലവന്റെ മകനും കുറച്ച് ആളുകളും എത്തിയിട്ടുണ്ട്. ആ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടത്തുവാനായി പോവുകയാണ്. ഉത്സവം നടത്തുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നും പോലീസിന്റെ പെർമിഷൻ വാങ്ങുവാനായി വന്നിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തലവന്റെ മകനായിരിക്കുമെന്നുമാണ് ആ ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നതും. അതിൽ പോലീസ് ഒപ്പുവെക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി എഴുതി ചേർക്കണം. നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എരുമയെ ബലി കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഉത്സവത്തിന് ഒരു മൃഗങ്ങളെ പോലും ബലി കൊടുക്കാൻ പാടില്ല എന്നും എഴുതി ചേർക്കുവാനായിട്ട് ഇൻസ്പെക്ടർ പറയും. അങ്ങനെ എഴുതി ചേർത്തപ്പോഴാണ് ഇൻസ്പെക്ടർ ഒപ്പുവെച്ചതും. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. കഴിഞ്ഞ തവണ നടന്ന ഉത്സവത്തിന് എരുമയെ ബലി കൊടുക്കുവാനായിട്ട് ഇവർ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവിടേക്ക് ഈ ഇൻസ്പെക്ടർ എത്തുകയും അതിനെ തടുത്തു നിർത്തുകയും എരുമയെ അവിടെ നിന്ന് രക്ഷിക്കുകയുമാണ് ചെയ്തത്. മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുന്നത് തെറ്റാണെന്നാണ് ഇൻസ്പെക്ടർ പറയുന്നതും. എന്നാൽ ആ സംഭവത്തോടു കൂടി ഗ്രാമത്തലവൻ കുഴഞ്ഞു വീണു. ആ ഒരു ബലി നടക്കാത്തത് കൊണ്ടാണ് തന്റെ അച്ഛൻ കുഴഞ്ഞു വീണതെന്നാണ് ഗ്രാമത്തലവന്റെ മകൻ കരുതിയിരിക്കുന്നതും. സ്റ്റേഷനിൽ നിന്നും പുറത്തു വന്ന മകൻ പറയുന്നുണ്ട്, ഇൻസ്പെക്ടർ എന്ത് പ്രശ്നമുണ്ടായാലും കഴിഞ്ഞ തവണ മുടങ്ങിപ്പോയ ആ ഒരു ബലി താൻ ഇത്തവണ നടത്തും. എരുമയെ ബലി കൊടുക്കും. അയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അയാളൊന്ന് തടഞ്ഞു നോക്കട്ടെ എന്നാണ് ഗ്രാമത്തലവന്റെ മകൻ പറയുന്നതും. അതിനുശേഷം നാരായണനെ കാണിക്കുന്നു. നാരായണൻ തന്റെ റോബോട്ടുമായിട്ട് കവലയിൽ വന്ന് നിൽക്കുകയാണ്. ആരെങ്കിലും ജാതകം നോക്കുവാനായിട്ട് എത്തുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു ഇമാജിനേഷനിലുള്ള നാരായണന്റെ ഭാര്യ പറയുന്നത്, ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോ, അപ്പോൾ നിങ്ങൾക്ക് ശമ്പളമൊക്കെ കിട്ടുമല്ലോ എന്നാണ് ഭാര്യ പറയുന്നത്. എന്നാൽ നാരായണനാണെങ്കിൽ അത് കേൾക്കില്ല. എനിക്ക് ഇത്രയും നാള് ആഹാരം കഴിക്കുവാനായിട്ടുള്ള കാശ് തന്നുകൊണ്ടിരുന്നത് ഈ റോബോട്ടാ, അതിനെ എനിക്ക് ഉപേക്ഷിക്കുവാനായി കഴിയില്ല എന്നാണ് നാരായണൻ പറഞ്ഞത്. അതേസമയം തന്നെ അടുത്തുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നാടക ട്രൂപ്പ് വന്നിറങ്ങുന്നു. അതിലൊരുപാട് പേർ ദൈവങ്ങളുടെയൊക്കെ വേഷം ധരിച്ചവരാണ്. എന്നാൽ അതിൽ ശിവന്റെ വേഷം ധരിച്ച ആളാണെങ്കിൽ നാരായണനെയും റോബോട്ടിനെയും കണ്ടതും ഉടനെ തന്നെ അവർക്കടുത്തേക്ക് വരുന്നു. എനിക്ക് ലവ് വല്ലതും സെറ്റാകുമോ എന്ന് എനിക്ക് അറിയണം,
അതൊന്ന് നോക്കുമോ എന്നൊക്കെ നാരായണനോട് പറയുന്നു. അങ്ങനെ നാരായണനാണെങ്കിലോ ആ ഒരു ഹെഡ്ഫോൺ ആണെങ്കിൽ അയാളുടെ തലയിൽ വെച്ചു കൊടുക്കും. എന്നാൽ അതിൽ പറയുന്നത്, നിനക്ക് ജീവിതകാലത്തിലേ ലവ് സെറ്റ് ആകില്ല, നീ സിംഗിൾ ആയിട്ട് തന്നെ ജീവിക്കണമെന്നായിരുന്നു. അത് കേട്ടതും അയാൾക്ക് വല്ലാതെ ദേഷ്യം വരികയും നാരായണന്റെ റോബോട്ടിനെ അടിച്ച് തകർക്കുവാനായിട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അത് കണ്ട് നാരായണന് വല്ലാതെ ദേഷ്യം വരും. എന്റെ ഭാര്യ പറഞ്ഞിട്ട് പോലും ഞാനിതിനെ ഉപേക്ഷിക്കുവാനായി തയ്യാറായില്ല, അങ്ങനെയുള്ള ഇതിനെ നിങ്ങൾ നശിപ്പിക്കുന്നുവെന്ന് ചോദിച്ച് അവരുമായിട്ട് വലിയ വഴക്കാകുന്നു. നാരായണനാണെങ്കിലോ കണ്ണൊക്കെ ഉരുട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു കാഴ്ച പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ഒരു നാടക ട്രൂപ്പിന്റെ മാനേജർ കാണും. അവർക്കാണെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ആളിന്റെ കുറവുണ്ടായിരുന്നു. ആ ക്യാരക്ടർ കണ്ണുരുട്ടി നിൽക്കണം. പക്ഷേ ആ ഒരു ക്യാരക്ടറിന്റെ അതേ രൂപമായിരുന്നു ആ ഒരു മാനേജർ നാരായണനിൽ കണ്ടത്. ഉടനെ തന്നെ നാരായണന്റെ അടുത്തേക്ക് വന്നിട്ട്, ഞങ്ങളുടെ ട്രൂപ്പിൽ ഒരാളിന്റെ കുറവുണ്ട്, നിങ്ങൾ ആ ഒരു റോള് തികയ്ക്കുവാനായിട്ട് വരുമോ എന്ന് ചോദിക്കും. എന്നാൽ നാരായണനാണെങ്കിൽ ആദ്യം അതിന് കൂട്ടാക്കില്ല. പക്ഷേ നാരായണന്റെ ഇമാജിനേഷനിലുള്ള ഭാര്യ പറയും, കാശ് വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കാൻ. നാരായണൻ ഉടനെ തന്നെ കാശ് വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ അയാളാണെങ്കിൽ കാശ് എണ്ണി നാരായണന് കൊടുത്തു. അതോടെ നാരായണനാണെങ്കിൽ തന്റെ റോബോട്ടിനെ പാക്ക് ചെയ്ത് അവർക്കൊപ്പം പോവുകയാണ്. അടുത്തൊരു നാട്ടിലെ ഉത്സവം നടക്കുന്നിടത്തേക്ക് നാടകം കളിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരെത്തിയിരിക്കുന്നതും. അതിനുശേഷം അടുത്ത ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഉത്സവത്തിന് എരുമയെ വല്ലതും ബലി കൊടുക്കുന്നുവെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു സ്പൈയെയും അവർ ഏർപ്പാടാക്കുന്നുണ്ട്. എന്നാൽ ഗ്രാമത്തലവന്റെ വീട്ടിലാണെങ്കിൽ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്രാമത്തലവനാണെങ്കിൽ തളർന്നിരിക്കുകയാണ്. ഉത്സവത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും തന്റെ 2 ആൺമക്കളെയും ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് തലവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ സംഭവിച്ച കാര്യം ഇത്തവണ നടക്കാൻ പാടില്ല. ആ ഇൻസ്പെക്ടർ ആണെങ്കിലോ എരുമയുടെ കണക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ എന്തായാലും ബലി നടന്നിരിക്കണം. ആ ഇൻസ്പെക്ടർ അറിയാതെ വേണം എല്ലാം ചെയ്യാൻ. ഉത്സവത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നും പ്രത്യേകം തലവൻ പറയുന്നു. 2 ആൺമക്കളും അതനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിലേക്കാണ് നമ്മുടെ നാരായണനും കൂട്ടരും എത്തുന്നതും. അവർ ഗ്രാമത്തിലേക്ക് വരുന്നത് രാത്രിയായിരുന്നു. വരുന്ന വഴിയിൽ വെച്ച് നാരായണൻ ബസ്സിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങും. എന്നാൽ ഒരു ഘട്ടത്തിൽ വണ്ടി പങ്ക്ചറായി പോകുന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി എന്താണെന്നൊക്കെ നോക്കും. നാരായണനും പുറത്തേക്ക് ഇറങ്ങും. അതേസമയം അവിടെ ഉണ്ടായിരുന്നൊരു വീട്ടിലെ പശുവാണെങ്കിൽ വല്ലാതെ ബഹളം വെക്കുന്നു. എന്താണെന്നറിയുവാൻ വേണ്ടിയിട്ട് ഓണർ പുറത്തിറങ്ങി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം ഉള്ളതുപോലെയാണ് പശുവിന്റെ പെരുമാറ്റവും. നാടകത്തിന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഗ്രാമത്തലവന്റെ മകനാണെങ്കിൽ അവർക്ക് താമസിക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. അവിടേക്കാണ് നാരായണനും കൂട്ടരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ അതേ സമയമായിരുന്നു ഒരു വാർത്ത അവരറിയുന്നതും. എന്തെന്നാൽ തലേ ദിവസം പ്രശ്നമുണ്ടാക്കിയ ഒരു പശുവില്ലേ, ആ പശു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. അവിടേക്ക് തലവന്റെ മകനും എത്തുന്നുണ്ട്. ഉത്സവം നടക്കാൻ പോകുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വളർത്തുമൃഗത്തെ നോക്കിയില്ല എന്ന് പറഞ്ഞാണ് ആ ഒരു ഓണറിന് ഗ്രാമത്തലവന്റെ മകൻ ഒരുപാട് വഴക്ക് പറയുന്നതും. എന്നാൽ ഇതെല്ലാം നാരായണൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് ഗ്രാമമായത്, വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ? വന്ന കാര്യം നടത്തിയിട്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ നാരായണൻ ചിന്തിക്കുന്നു. അങ്ങനെ നാരായണൻ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് തന്റെ റോബോട്ടിനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആരെങ്കിലും ജാതകം നോക്കുവാനായിട്ട് വരുമോ എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് നാരായണൻ. എന്നാൽ മറ്റൊരു വശത്ത് ഗ്രാമത്തലവന്റെ മകളെ കാണിക്കുന്നു. ഗ്രാമത്തലവന്റെ മകളാണെങ്കിൽ അവിടെയുള്ളൊരു പയ്യനുമായി പ്രണയത്തിലാണ്. എങ്ങനെയെങ്കിലും ആ ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി പോയി വിവാഹം കഴിക്കണമെന്നൊക്കെയാണ് ആ പെൺകുട്ടിയുടെ ആഗ്രഹവും. എന്നാൽ ആ പയ്യൻ പറയുന്നത്, നിങ്ങൾക്കൊരു റോള്, ഞങ്ങൾക്കൊരു റോള്. ഉത്സവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ ഡ്രസ്സ് എടുക്കുന്നു, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, ആഘോഷിക്കുന്നു. പക്ഷേ ഞങ്ങളൊക്കെയാണെങ്കിലോ ബലി കൊടുക്കുവാനായിട്ടുള്ള എരുമയെ സെറ്റ് ചെയ്യണം, എന്നിട്ട് അതിന് ബലി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ എനിക്കിത് ചെയ്യാനാകില്ല. ഞാൻ എന്തായാലും പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവനാ. ഞാൻ ആ ഒരു രീതിയിലേ പെരുമാറൂ. എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഞാൻ നിന്റെ ചേട്ടന്മാരെ എതിർക്കുമെന്നുമൊക്കെ അവൻ പറയുന്നുണ്ട്. നിനക്കതിന് താല്പര്യമില്ല, നിനക്കും എതിർപ്പാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ തന്നെ എന്നെ ഉപേക്ഷിച്ച് പോകാമെന്നും ആ പയ്യൻ പറയുന്നു. എന്നാൽ ഗ്രാമത്തലവന്റെ മകളാണെങ്കിലോ അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം രാത്രി നാടകം കളിക്കാൻ പോകുന്നവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ആകാശത്തിൽ ഒരുപാട് പക്ഷികൾ വട്ടം ചുറ്റി പറക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവയെല്ലാം ചത്തു വീഴുകയാണ് ചെയ്തതും. അത് കണ്ട് ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും ടെൻഷനാകുവാനായും തുടങ്ങി. അടുത്ത ദിവസം ഗ്രാമത്തലവൻ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. ഗ്രാമത്തലവൻ പറയുന്നത്, ഉത്സവം കൊടിയേറിയില്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും. അഥവാ പേടിയുള്ളവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, അകത്തിരുന്നാൽ മതി എന്നതായിരുന്നു ഗ്രാമത്തലവന്റെ സംസാരവും. അത് കേട്ട് ഇതെന്താ ഒരു ഗ്രാമത്തലവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജനങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഗ്രാമത്തലവൻ സംസാരിക്കേണ്ടത് എന്നൊക്കെ നാരായണൻ ചിന്തിക്കും. മീറ്റിംഗ് പിരിഞ്ഞതും ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായ ആളാണെങ്കിൽ ഉറക്കെ ചിരിക്കുന്നത് നാരായണൻ ശ്രദ്ധിക്കുന്നു. എന്താണ് കാര്യമെന്ന് പോയി അന്വേഷിച്ചു നോക്കുന്ന സമയത്താണ് ആ വയസ്സായ ആൾ പറയുന്നത്, ആദ്യം ചെറിയ ചെറിയ ജീവികൾ ചത്തു, രണ്ടാമത് മൃഗങ്ങൾ ചത്തു, ദേ ഇപ്പോൾ പക്ഷികൾ.
ഇനി അടുത്ത നാലാമതായിട്ട് മരിക്കാൻ പോകുന്നത് മനുഷ്യരാണ്. ഇതിനെല്ലാത്തിനും കാരണം ആ കാടിനുള്ളിലുള്ള ബൊമ്മയാണ്. ആ ബൊമ്മ കാരണമാണ് ഈ ഗ്രാമത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ആ ഒരു മുത്തശ്ശൻ പൊട്ടിച്ചിരിക്കുവാനായും തുടങ്ങി. അത് കേട്ടതും നാരായണൻ വല്ലാതെ ടെൻഷനാകുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും നാരായണൻ ചിന്തിക്കും. അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ തന്റെ സാധനങ്ങളും പിറക്കി നാരായണനാണെങ്കിൽ കാട് വഴി രക്ഷപ്പെട്ടു പോകുവാനായും ശ്രമിക്കും. പക്ഷേ നാരായണന്റെ ഇമാജിനേഷനിലുള്ള ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാരി രക്ഷപ്പെടുന്നത്? പക്ഷേ നാരായണൻ പറയുന്നത്, ഇവിടെ നിന്നാൽ ശരിയാകില്ല, എന്റെ ജീവൻ ആപത്താണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് നാരായണൻ കാട് വഴിയെ രക്ഷപ്പെട്ടു പോകുവാനായി നോക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ നാരായണനാണെങ്കിലോ ഗ്രാമത്തലവന്റെ മകന്റെ കയ്യിൽ വന്ന് പെടും. ഗ്രാമത്തലവന്റെ മകന്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് നാരായണനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകും. കൊടിയേറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുവാൻ കഴിയില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് പറഞ്ഞാണ് നാരായണനെ കൂട്ടിക്കൊണ്ടുപോയി കെട്ടിയിടുന്നതും. അവിടേക്ക് ആ നാടക ട്രൂപ്പിലുള്ളവരെല്ലാവരും എത്തുന്നുണ്ട്. അവരെയൊക്കെ വല്ലാതെ ഇവർ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നു. അതേ സമയമായിരുന്നു ബലി കൊടുക്കുവാനുള്ള എരുമയും അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നാരായണൻ ശ്രദ്ധിക്കുന്നതും. അതോടെ നാരായണൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായും തുടങ്ങി. എനിക്ക് രക്ഷപ്പെടുവാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ആ പാവം എരുമയും കൂടി ഞാൻ രക്ഷിക്കാമെന്നും നാരായണൻ പ്രാർത്ഥിക്കും. നാരായണന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കുറച്ച് കുട്ടികളാണെങ്കിൽ അവിടേക്ക് വരികയും നാരായണന്റെ കയ്യിലെ കെട്ടഴിച്ചു വിടുകയും ചെയ്തു. രക്ഷപ്പെടുവാനായി പോകുന്ന നാരായണനാണെങ്കിലോ ആ ഒരു എരുമയെ കൂടി കെട്ടഴിച്ചു വിട്ടിട്ടാണ് പോകുന്നതും. എരുമയാണെങ്കിൽ കാട്ടിലൂടെ ഓടിപ്പോവുകയും ചെയ്യുന്നു. വിവരമറിഞ്ഞ നാട്ടുകാരാണെങ്കിൽ എരുമയെ പിടിക്കുവാനായിട്ട് പിന്നാലെ പോകും. എന്നാൽ നാരായണൻ കാടിനുള്ളിലൂടെ രക്ഷപ്പെട്ട് ഓടുകയാണ്. ഒരു ഘട്ടത്തിൽ നാരായണനാണെങ്കിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ആ ശബ്ദങ്ങളാണെങ്കിൽ നാരായണന്റെ ചെവിക്കുള്ളിൽ തുളച്ചു കയറുകയാണ്. അതോടെ നാരായണൻ അലറി വിളിക്കുവാനായും തുടങ്ങി. കണ്ണു തുറക്കുമ്പോഴോ കണ്ണു വെള്ള നിറത്തിലായിരിക്കുകയാണ്. അവിടെ ആ ഒരു ബൊമ്മയും കാണിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് പോത്തിന് ബലി കൊടുക്കുവാനായിട്ട് അവർ തീരുമാനിച്ച കാര്യം സ്പൈ വഴി അറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഗ്രാമത്തലവന്റെ മക്കൾക്കടുത്തേക്ക് എത്തുകയാണ്. നിങ്ങൾ മൃഗങ്ങളെയൊന്നും ബലി കൊടുക്കില്ല എന്ന് എഴുതി ഒപ്പിട്ടിട്ടല്ലേ ഈ ഉത്സവം നടത്തിയത്, പിന്നെ നിങ്ങൾ എന്തിനാ പോത്തിന് ബലി കൊടുക്കുവാനായി തീരുമാനിച്ചതെന്നും ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ദേഷ്യമെന്ന ഗ്രാമത്തലവന്റെ മക്കളാണെങ്കിൽ ഇൻസ്പെക്ടറിനെയും ആ ഒരു സ്പൈയെയും പിടിച്ച് അവിടെ കെട്ടിയിടുകയാണ് ചെയ്യുന്നതും. അതിനുശേഷം ആ ഒരു പോത്തിനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാരായണനെ നാടക ട്രൂപ്പുകാരെല്ലാവരും ചേർന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നാരായണൻ വെറ്റില മുറുക്കിക്കൊണ്ട് പോയത് കൊണ്ടാണ് നാരായണനെ ആ ഒരു അമാനുഷിക ശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നതും ഇപ്പോൾ നാടക ട്രൂപ്പുകാർ രക്ഷിച്ചു കൊണ്ടുവന്നതും. എന്നാൽ നാരായണനോട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നിനക്ക് എന്താ പ്രശ്നം? ഇടയ്ക്കിടയ്ക്ക് നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതൊക്കെ കാണാമല്ലോ എന്നും നാരായണനോട് ചോദിക്കുന്നു. നാരായണൻ പറയുന്നത് തന്റെ ഭാര്യയാണ് തന്നോടൊപ്പമുള്ളത്, പക്ഷേ ഭാര്യ മരിച്ചു പോയതാണെന്നും നാരായണൻ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നാരായണന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. ഭാര്യയുമായിട്ട് നല്ല അടിപൊളി ഒരു ജീവിതമായിരുന്നു നാരായണൻ നയിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെ ഇരിക്കെ ഭാര്യ പ്രഗ്നന്റ് ആകും. പക്ഷേ ജനിച്ചുടനെ കുഞ്ഞ് മരണപ്പെട്ടു പോയി. അത്രയും നാൾ സന്തോഷകരമായി ജീവിച്ചിരുന്ന നാരായണന്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായും തുടങ്ങി. കുഞ്ഞിന്റെ മരണത്തോടെ നാരായണന്റെ ഭാര്യയുടെ സമനില തന്നെ തെറ്റി. നാരായണനാണെങ്കിലോ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു റോബോട്ടിനെ കൊണ്ട് ജോത്സ്യം നോക്കുവാനായും പോകും. അതേസമയമായിരുന്നു നാരായണന്റെ ഭാര്യ വെള്ളമെടുക്കുവാനായി പോകുന്നതും നാരായണന്റെ ഭാര്യയാണെങ്കിൽ അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. എന്നാൽ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഭാര്യയെ അവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്നത് അവിടെയുള്ള മന്ത്രവാദിക്ക് അടുത്തേക്കാണ്. എന്നാൽ മന്ത്രവാദി പറഞ്ഞത് ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല, ഇത് പ്രേതം കൂടിയതാണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവിടെ ഇരുത്തി മന്ത്രവാദം ചെയ്യുവാനായും തുടങ്ങി. പക്ഷേ നാരായണന്റെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി മോശമായി വരികയും കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. അതോടുകൂടി നാരായണൻ ആകെ ഒറ്റയ്ക്കായി. അന്നു മുതൽ തന്റെ ഭാര്യ കൂടെയുണ്ടെന്ന് കരുതി ഭാര്യയോടൊപ്പം ഭാര്യ ഇമാജിനേഷനിൽ കണ്ടുകൊണ്ടാണ് താൻ സംസാരിക്കുന്നതെന്നും നാരായണൻ തുറന്നു പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടുന്ന നാടക ട്രൂപ്പുകാർക്കും വല്ലാതെ സങ്കടം വരും. നാരായണനെ അവർ സമാധാനിപ്പിക്കുകയും നാരായണന് വേണ്ട സഹായമെല്ലാം അവർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വശത്ത് ഗ്രാമത്തലവന്റെ മകളെയും കാമുകനെയും കാണിക്കും. കാമുകരാണെങ്കിലോ ആ ഗ്രാമത്തിന്റെ റൂൾസും റെഗുലേഷൻസും ഒന്നും ഇഷ്ടപ്പെടുന്നതേയില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയാണ്, എന്നിട്ട് ഞാൻ പോയി IAS എക്സാം എഴുതും, ഞാനൊരു കളക്ടറായി മാറിയിട്ട് ഇവിടുത്തെ ഈ ഒരു റൂൾസ് എല്ലാം എടുത്തു കളയുമെന്നും ഇവിടെയെല്ലാം ഞാൻ ശുദ്ധികലശം ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നതും. അന്നേ ദിവസം രാത്രി തന്നെ അവൻ അവിടെ നിന്നും തന്റെ ബാഗും എടുത്ത് നാട് കടക്കുവാനായി നോക്കുകയാണ്. പക്ഷേ അവനെ ആരോ ഫോളോ ചെയ്യുന്നു.
അവൻ തിരിഞ്ഞു നോക്കുമ്പോഴോ ഗ്രാമത്തലവന്റെ ഇളയ മകനായിരുന്നു അത്. ഗ്രാമത്തലവന്റെ മകന് അവന്റെ സഹോദരിയും ഈ പയ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പയ്യനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അടുത്ത ദിവസം ഗ്രാമത്തിന്റെ ഒരു വശത്ത് നിന്നും ആ പയ്യന്റെ ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നു. അവന്റെ അമ്മയും സഹോദരനും ഡെഡ് ബോഡിക്ക് അടുത്ത് വന്നിരുന്ന് കരയുകയാണ്. വിവരമറിഞ്ഞ് ഗ്രാമത്തലവനും കൂട്ടരും അവിടേക്ക് എത്തുന്നുണ്ട്. ഉത്സവം നടക്കാൻ പോവുകയാണ്. എത്രയും വേഗം ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണമെന്നാണ് ഗ്രാമത്തലവൻ ഒരു മനസാക്ഷിയും ഇല്ലാതെ പറഞ്ഞതും. അങ്ങനെ ആ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ദിവസം എത്തി. എരുമയെ ബലി കൊടുക്കുന്ന ദിവസം. പക്ഷേ ബലി കൊടുക്കുന്നതിൽ ചില നിയമങ്ങളുണ്ട്. ബലി കൊടുക്കുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ആരുടെയെങ്കിലും ദേഹത്ത് എരുമയുടെ രക്തം തെറിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ കൂടി ബലി കൊടുക്കും. അവർ വിശ്വസിക്കുന്നത് എന്തെന്നാൽ എരുമയുടെ രക്തം ഒരു മനുഷ്യന്റെ ദേഹത്ത് തെറിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ബലി കൂടി ദൈവത്തിന് ആവശ്യമുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് അവരുടെ ട്രഡിഷൻ എന്നുമാണ് അവർ പറയുന്നതും. എരുമയുടെ രക്തം ആരുടെ ദേഹത്താണോ വീണത് ആ വ്യക്തിയെ ബലി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമത്തിനെ ദുഷ്ടശക്തികൾ ആക്രമിക്കുമെന്നാണ് അവിടെയുള്ളവർ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ എരുമയെ ബലി കൊടുക്കുവാനായി കൊണ്ടുവരികയാണ്. പക്ഷേ എരുമയെ വെട്ടുവാനായി നിൽക്കുന്ന ആളാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നതും. അയാൾക്കാണെങ്കിൽ എരുമയെ കണ്ടിട്ട് വല്ലാതെ സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഗ്രാമത്തലവന്റെ മകനാണെങ്കിലോ എരുമയെ വെട്ടുവാനായിട്ട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. അത് കേട്ട് പേടിച്ച അയാളാണെങ്കിൽ ഉടനെ തന്നെ കത്തിയെടുത്ത് എരുമയെ വെട്ടുകയും ചെയ്യുന്നു. പക്ഷേ ആ കത്തിയാണെങ്കിൽ തെറിച്ചു പോവുകയാണ്. അതൊരാളുടെ ദേഹത്ത് തട്ടി തറയിലേക്കും വന്ന് വീഴും. അത് മറ്റാരുമായിരുന്നില്ല, നാരായണനായിരുന്നു. ഉടനെ തന്നെ അവനെ പിടിക്കുവാനായിട്ടും ഗ്രാമത്തലവന്റെ മക്കൾ പറയും. കാരണം എന്തെന്നാൽ എരുമയെ വെട്ടുന്ന സമയത്ത് എരുമയുടെ രക്തം ആരുടെ ദേഹത്ത് പറ്റുന്നോ അവരെ കൂടി ദൈവത്തിന് ആവശ്യമുണ്ട് എന്നാണല്ലോ അവർ വിശ്വസിക്കുന്നതും. നാരായണനെ പിടികൂടുവാനായിട്ട് ഗ്രാമവാസികൾ എല്ലാവരും പോവുകയാണ്. നാരായണനാണെങ്കിലോ കാടിനുള്ളിലേക്ക് പ്രവേശിക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ വെച്ച് എന്തോ ഒരു അമാനുഷിക ശക്തി അവരെ എല്ലാവരെയും ആക്രമിക്കുന്നു. എവിടെ നിന്നോ അവരുടെ ചെവിക്ക് താങ്ങാൻ പറ്റാത്ത വിധം ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശബ്ദത്തിന്റെ തീവ്രത കൂടി വരുന്നതിനനുസരിച്ച് എല്ലാവരുടെയും കണ്ണ് വെള്ള നിറത്തിലായി മാറി. നാരായണന്റെ കണ്ണും വെള്ള നിറത്തിലായി. അപ്പോഴാണ് 19-ാം നൂറ്റാണ്ടിൽ നടന്നൊരു കഥ നമ്മളെ കാണിക്കുന്നതും. കീർത്തിവർമ്മനാണെങ്കിൽ ആ ഒരു ബൊമ്മയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ നടത്തുകയാണല്ലോ. കീർത്തിവർമ്മൻ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ബൊമ്മയെ പൂർണ്ണമായിട്ട് നമുക്ക് നശിപ്പിക്കുവാനായി കഴിയില്ലേ എന്ന്. അതിന് മറുപടിയായിട്ട് സ്വാമി പറയുന്നത്, ഈ ഒരു ബൊമ്മയെ നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ കഴിയില്ല. ഇതിനെ കത്തിച്ചു കളഞ്ഞാൽ കൂടിയും ഇതിന്റെ ശക്തിയെ അതുപോലെ തന്നെ കാണുമെന്നും സ്വാമി പറയുന്നു. പക്ഷേ ഇതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അതിന് ഞാൻ തന്നെ മരിക്കണം. ഞാൻ ചിതയിൽ വെന്തൊടുങ്ങുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ബൊമ്മയും വെന്തൊടുങ്ങൂ എന്നാണ് സ്വാമി പറഞ്ഞതും. അത് കേട്ടതും കീർത്തിവർമ്മനും ഞെട്ടിപ്പോകുന്നു. എന്നാൽ സ്വാമി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോഴുള്ള ഞാനല്ല മരിക്കേണ്ടത്, എനിക്കൊരു പുനർജന്മമുണ്ട്. ഞാൻ പുനർജനിച്ചു വന്ന് തീയിലെരിഞ്ഞ് മരിക്കും. ആ സമയത്ത് ഈ ബൊമ്മയും തീയിലെരിഞ്ഞ് അതിന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെടുമെന്നും സ്വാമി കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ സ്വാമി പുനർജനിച്ചിരിക്കുകയാണ്. സത്യത്തിൽ സ്വാമിയുടെ പുനർജന്മം മറ്റാരുമല്ല, അത് നാരായണൻ തന്നെയാണ്. നാരായണൻ ഉടനെ തന്നെ പൂർവ്വജന്മമൊക്കെ ഓർക്കുന്നു. അപ്പോൾ തന്നെ നാരായണന് തന്റെ പൂർവ്വജന്മത്തിൽ ആ ഒരു സ്വാമി ചൊല്ലാറുണ്ടായിരുന്ന മന്ത്രങ്ങളൊക്കെ ഓർമ്മ വരുന്നു. നാരായണനാണെങ്കിൽ ബൊമ്മയ്ക്കെതിരായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുവാനായും തുടങ്ങി. അപ്പോൾ തന്നെ അവിടെ തീ കൊണ്ടുള്ള സർക്കിളൊക്കെ രൂപപ്പെടുന്നു. നാരായണനാണെങ്കിൽ അതിന്റെ മധ്യത്തിരിക്കുകയും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. നാരായണന്റെ ദേഹത്ത് തീ പടരുന്ന സമയം തന്നെ ബൊമ്മയുടെ ദേഹത്തും തീ പടരുകയാണ്. അങ്ങനെ ആ ഒരു ബൊമ്മ പൂർണ്ണമായും കത്തി നശിക്കുകയും നാരായണനും മരണപ്പെടുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഒരു ബൊമ്മ അതോടുകൂടി നശിച്ചു പോവുകയാണ്. അങ്ങനെ സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.